തൃശൂർ വരന്തരപ്പിള്ളിയിൽ ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും പ്രതിയുമായ കുഞ്ഞുമോന്റെ നിർണായക മൊഴി. തെളിവെടുപ്പിനിടെ തൊട്ടടുത്ത കുളത്തിൽ നിന്നും കൊലപാതകത്തിന് ഉപയോഗിച്ച കറുത്ത ചരട് കണ്ടെത്തി. പ്രതിയായ ഭർത്താവ് കുഞ്ഞുമോനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ആൺസുഹൃത്തിന്റെ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് കണ്ട ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് കുഞ്ഞുമോന്റെ മൊഴി. കേസിൽ പീച്ചി കണ്ണാറ സ്വദേശി തെങ്ങലാൻ വീട്ടിൽ കുഞ്ഞുമോനെയാണ് വരന്തരപ്പിള്ളി പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പിള്ളി കുട്ടോലിപ്പാടം സ്വദേശിനി പാറക്ക വീട്ടിൽ ദിവ്യ ആണ് കൊല്ലപ്പെട്ടത്. ദിവ്യ മരിച്ചു കിടക്കുന്നത് കണ്ടതായി ഇന്നലെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് അമ്മുമ്മ ശാന്തയായിരുന്നു. തുടർന്ന് വരന്തരപ്പിള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ദിവ്യയുടെ മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് സംശയാസ്പദമായി കഴുത്തിൽ കറുത്ത പാട് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വപ്രകാരം ഓഫീസർ ലക്ഷ്മി നടത്തിയ പരിശോധനയിൽ ദിവ്യയുടെ മരണം കൊലപാതകമാണെന്ന് സംശയം ബലപ്പെട്ടു. ഇതിനുശേഷം ദിവ്യയുടെ ഭർത്താവ് പീച്ചി കണ്ണാറ സ്വദേശി കുഞ്ഞുമോനെ ചോദ്യം ചെയ്യുകയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തു. ദിവ്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നും മരണം കൊലപാതകമാണെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ദിവ്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായതായി സംശയമുണ്ടെന്ന് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കറുത്ത ചരട് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്ന് കുറ്റസമ്മതമായി പറഞ്ഞു. ഇന്ന് കുഞ്ഞുമോനെ തെളിവെടുപ്പിനായി ദിവ്യയെ കൊലപ്പെടുത്തിയ വരന്തരപ്പിള്ളി കുട്ടേലിപ്പാടത്തുള്ള വാടക വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. കൊലപ്പെടുത്താനായി ഉപയോഗിച്ച ചരട് കുഞ്ഞുമോൻ പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചരട് കണ്ടെത്തുകയും ചെയ്തു. കൊലയ്ക്ക് ശേഷം ഇയാൾ ചരട് കുളത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ദിവ്യ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഭർത്താവിന്റെ സംശയരോഗം എന്ന് പോലീസ് അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4:30 ദിവ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെയിൽസ് ഗേൾ ആയി ജോലി ചെയ്യുകയായിരുന്നു ദിവ്യ. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചു എന്നാണ് ബന്ധുക്കളെ പ്രതി അറിയിച്ചത്. എന്നാൽ ഇൻക്വസ്റ്റിനിടെ പോലീസിന് സംശയം തോന്നിയതോടുകൂടിയാണ് കൊലപാതകമാണോ എന്ന സംശയത്തിലേക്ക് പോയത്. കുറച്ചു നാളായി ഭാര്യയെ സംശയമുണ്ടായിരുന്ന കുഞ്ഞുമോൻ ദിവ്യ ജോലിക്ക് പോകുമ്പോൾ രഹസ്യമായി പിന്തുടരുമായിരുന്നു. വഴിമധ്യേ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ദിവ്യ ആൺ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു. ഇതാണ് കുഞ്ഞുമോനെ പ്രകോപിപ്പിച്ചത്. ഇതേ തുടർന്ന് വീട്ടിൽ കലഹമുണ്ടായി. തുടർന്നായിരുന്നു കൊലപാതകം. പോലീസ് സ്റ്റേഷന് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ദമ്പതികൾ. ഭാര്യ മരിച്ചതും പനിയും അലർജിയും ശ്വാസം മുട്ടലും പിടിപെട്ടത് മൂലമാണെന്നാണ് കുഞ്ഞുമോൻ ബന്ധുക്കളെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചത്. എന്നാൽ ദിവ്യയുടെ മുഖത്തും കഴുത്തും കണ്ടെത്തിയ പാടുകൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന സൂചനയിലേക്ക് എത്തിച്ചത്. ആദ്യം ആർക്കും സംശയമുണ്ടായിരുന്നില്ല എങ്കിലും ശരീരത്തിലെ പാടുകൾ ദുരൂഹമെന്ന് പോലീസ് കണ്ടെത്തി. പിന്നീട് ദിവ്യയുടെ ബന്ധുക്കളും പരാതിയുമായി മുമ്പോട്ട് വന്നു. കുഞ്ഞുമോനും ദിവ്യയ്ക്കും 11 വയസ്സുള്ള മകനുണ്ട്. ചോദ്യം ചെയ്യലിനിടെ കുഞ്ഞുമോൻ കഥകൾ മാറ്റി പറഞ്ഞെങ്കിലും ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം കുഞ്ഞുമോനെ കോടതിയിൽ ഹാജരാക്കും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP ബിജുകുമാർ PC-യുടെ നേതൃത്വത്തിൽ വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് KP, SK മാരായ അശോക് കുമാർ, പ്രദീപ് കുമാർ, SI അലീമ, സജീവ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. ദിവ്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കുഞ്ഞുമോൻ പോലീസിനോട് പറഞ്ഞു. സെയിൽസ് ഗേളായി ജോലി ചെയ്തിരുന്ന ദിവ്യയെ കുഞ്ഞുമോൻ കുറച്ചു കാലമായി രഹസ്യമായി പിന്തുടരുന്നു. വഴിമധ്യേ ദിവ്യ ഒരു ആൺസുഹൃത്തിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കണ്ടതാണ് കുഞ്ഞുമോനെ പ്രകോപിപ്പിച്ചത്. ഇതേ തുടർന്നാണ് വീട്ടിൽ വലിയൊരു കലഹം ഉണ്ടാവുകയും തുടർന്ന് കറുത്ത ചരട് ഉപയോഗിച്ച് ദിവ്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. കൊലപാതകത്തിന് ശേഷം ഇയാൾ ചരട് തൊട്ടടുത്ത കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തെളിവെടുപ്പ് തുടർ നടപടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കുഞ്ഞുമോനെ കൊലപാതകം നടന്ന വാടക വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇയാളുടെ മൊഴി പ്രകാരം കൊലപാതകത്തിന് ഉപയോഗിച്ച ചരട് കുളത്തിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. ദിവ്യയുടെ മുഖത്തും കഴുത്തിലും ഉണ്ടായിരുന്ന പാടുകൾ കൊലപാതകത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല എങ്കിലും ശരീരത്തിലെ പാടുകൾ ദുരൂഹമാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ദിവ്യയുടെ ബന്ധുക്കളും പരാതിയുമായി രംഗത്തെത്തി. ചോദ്യം ചെയ്യലിനിടെ കുഞ്ഞുമോൻ പലതവണ കഥകൾ മാറ്റി പറഞ്ഞെങ്കിലും ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ദിവ്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കുഞ്ഞുമോൻ പോലീസിനോട് പറഞ്ഞു. സെയിൽസ് ഗേളായി ജോലി ചെയ്തിരുന്ന ദിവ്യയെ കുഞ്ഞുമോൻ കുറച്ചു കാലമായി രഹസ്യമായി പിന്തുടരുന്നു.
വഴിമധ്യേ ദിവ്യ ഒരു ആൺസുഹൃത്തിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കണ്ടതാണ് കുഞ്ഞുമോനെ പ്രകോപിപ്പിച്ചത്. ഇതേ തുടർന്നാണ് വീട്ടിൽ വലിയൊരു കലഹം ഉണ്ടാവുകയും തുടർന്ന് കറുത്ത ചരട് ഉപയോഗിച്ച് ദിവ്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. കൊലപാതകത്തിന് ശേഷം ഇയാൾ ചരട് തൊട്ടടുത്ത കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു.